ദുബായിൽ 218 കോടി രൂപ വിലയുള്ള രത്നം മോഷ്ടിക്കാൻ ശ്രമിച്ച 3 പേർ അറസ്റ്റിൽ. വ്യാപാരിയിൽ നിന്ന് തട്ടിയെടുത്ത് രത്നം മറ്റു രാജ്യത്തേക്ക് കടത്താനായിരുന്നു ശ്രമം. ദുബൈയിലേക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് ഈ $25 മില്യൺ വില വരുന്ന ഈ രത്നം. ഈ രത്നം ഇവിടെ എത്തിയ വിവരമറിഞ്ഞാണ് ഇത് തട്ടിയെടുക്കാനുള്ള ഒരു പ്ലാൻ ഈ 3 പ്രതികൾ കൂടി തയ്യാറാക്കിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒരു രത്ന വ്യാപാരികളുടെ രൂപത്തിൽ ഈ രത്നം വാങ്ങാൻ തയ്യാറുള്ള ഒരു വലിയ പണച്ചാക്ക് എന്നുള്ള ഒരു ധാരണയിൽ ഇവർ ഈ വ്യാപാരിയെ സമീപിക്കുകയായിരുന്നു. ഇതിനായി ഒരു ആഡംബര കാറ് ഇവർ റെൻറ്റിനെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രത്നം പരിശോധിക്കാനായി വാങ്ങുകയും ഇതിനായി ഒരു വിദഗ്ധനെ, അതായത് രത്നങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിദഗ്ധനെയും ഇവർ കൂടെ കൂട്ടിയിരുന്നു. അങ്ങനെ ഈ രത്നം പരിശോധിക്കാനായി എന്ന വ്യാജേന വാങ്ങുന്നു. ഉടനെ ഈ വ്യാപാരിയിൽ നിന്ന് ഇത് തട്ടിയെടുത്ത് ഇവർ ഈ കാറിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ എമർജൻസി വിഭാഗത്തിൽ വിളിച്ച് ഈ രത്നവ്യാപാരി വിവരം നൽകിയത്. ഉടനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 8 മണിക്കൂറിനകം ഈ പ്രതികൾ 3 പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞു. ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിൽ ഈ രത്നം കണ്ടെടുക്കാനും പോലീസിന് സാധിച്ചു. ഈ രത്നം ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്താനുള്ള ശ്രമമായിരുന്നു എന്നാണ് ദുബൈയിൽ പോലീസ് നൽകുന്ന വിവരം. ഈ 3 പ്രതികൾ ഏഷ്യൻ രാജ്യത്ത് നിന്നുള്ളവരാണ് എന്ന് മാത്രമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം. മറ്റു വിശദാംശങ്ങളൊന്നും പോലീസ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടില്ല. അതേസമയം വലിയൊരു കൊള്ളയ്ക്കുള്ള ശ്രമമാണ് ദുബൈയിൽ നടന്നത്. അത് ഫലപ്രദമായി തടയാൻ പോലീസിന് കഴിഞ്ഞു എന്നാണ് ദുബൈ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പോലീസ് പങ്കുവച്ചിട്ടുണ്ട്.